ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റായിട്ടും വളരെ എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതായിട്ടല്ല, ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതുകൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലായിടത്തും ഒന്ന് ആ പൊടിയും ഒക്കെ ഒന്ന് പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇത് ഒത്തിരി വെന്ത് പോകണ്ട. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഒത്തിരി വെന്ത് പോകണ്ട, ഇത്രയും മതി. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മെഴുക്ക് പുരട്ടി. ഒത്തിരി അങ്ങ് വെന്ത് പോയാൽ കുഴഞ്ഞു പോകും. ഈ ഒരു പരുവത്തിൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്